Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. Since 1938. Pavan Gold and Diamond. Gold, diamond, silver and birthstone. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് പയ്യന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം. സെൻട്രൽ ബസാറിൽ നിന്ന് സ്വീകരണ കേന്ദ്രമായ പോലീസ് മൈതാനിയിലേക്ക് വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ ജാഥയെ ആനയിച്ചു. കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒറ്റുകാർക്ക് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് സ്ഥാനമെന്ന് ജാഥ ലീഡർ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വേദിയിലിരിക്കുന്ന ആദരണീയനായ CPIM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന LDFന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് പയ്യന്നൂരിൽ ഉജ്ജ്വല വരവേൽപ്പ്. പയ്യന്നൂർ പോലീസ് മൈതാനിയിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. 10,000ങ്ങളാണ് സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. നേടിയ വികസന നേട്ടങ്ങൾ നിലനിർത്തുന്നതിന്, കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷയെ സംരക്ഷിക്കുന്നതിന്, അതോടൊപ്പം രക്തസാക്ഷി ധനരാജിന്റെ ഭാര്യ സജിനി ധനരാജ് MV ഗോവിന്ദൻ മാസ്റ്ററെ ഹാരാർപ്പണം നടത്തി വേദിയിലേക്ക് സ്വീകരിച്ചു. വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒറ്റുകാർക്ക് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് സ്ഥാനമെന്ന് ജാഥ ലീഡർ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി, പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി, അവരുടെ എല്ലാം കടന്നാക്രമണങ്ങൾക്ക് മുമ്പിൽ ചെറുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്ത് നിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന എല്ലാ ഘട്ടത്തിലും ഇതാണ് അനുഭവം. ഒരു ഫുട്ബോൾ പന്ത് പോലെയാണ്. ആ പന്തിനെ എത്ര ശക്തിയായിട്ട് അടിക്കുന്നുവോ അത്രയും അത് മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ചെയ്യുക എന്ന ചരിത്രാവബോധം വേണം. കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കുറച്ച് ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത്. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കൈയായി നിലകൊണ്ട ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട. അത് കുഞ്ഞികൃഷ്ണനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി ബൂർഷ്വാ മാധ്യമ ശൃംഖലകളുമായിട്ട് ഐക്യപ്പെട്ട് തൽക്കാലം കുറച്ച് ആശ്വാസമെല്ലാം കിട്ടുമെങ്കിലും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ തന്നെയാണ് അവരുടെ സ്ഥാനം എന്ന കാര്യത്തിൽ തർക്കമില്ല. 10 വർഷക്കാലമായി LDF സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ KV ബാബു അധ്യക്ഷനായി. KK രാഗേഷ്, TA മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP, KS സലീഖ, മാത്യു കുന്നപ്പള്ളി, കാസിം ഇരിക്കൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വി കുഞ്ഞികൃഷ്ണൻ അടഞ്ഞ അധ്യായമെന്നും ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി പഴയങ്ങാടിയിൽ മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞങ്ങൾക്ക് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ഞാൻ മിനിഞ്ഞാന്ന് 2-4 ദിവസം മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇന്നലെ കുഞ്ഞികൃഷ്ണൻ എടുത്ത നിലപാട്, കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കിയതാണ്. പിന്നെ കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കി കുഞ്ഞികൃഷ്ണനെ മഹത്വവൽക്കരിച്ചിട്ടാണോ സംസാരിക്കുക? വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ചീത്ത പറയാനൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ പയ്യന്നൂരിന്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞികൃഷ്ണന് സാധിക്കില്ല എന്ന കൃത്യമായ
കാര്യം ഞാൻ പറഞ്ഞു. അതിന്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടു. കുഞ്ഞികൃഷ്ണൻ അടഞ്ഞ അധ്യായം. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ഇടതുപക്ഷത്തെയോ തകർക്കാൻ ഒരു കുഞ്ഞികൃഷ്ണനും സാധിക്കുകയില്ല. കുഞ്ഞികൃഷ്ണന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മനസ്സില്ല. തോന്നിയാസം പുസ്തകത്തിൽ എഴുതി വെച്ചാൽ കേസ് കൊടുക്കും എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ കോൺഗ്രസിനും BJPക്കും പങ്കുണ്ട്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് KC വേണുഗോപാലാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായാണ് മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞേഷന്റെ കണക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ കണക്കുണ്ട്. പിന്നെ ഇതിനാ കുഞ്ഞേഷന്റെ കണക്ക് നോക്കുന്നു? കുഞ്ഞേഷൻ എന്തെല്ലാം പറയാനിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞേഷൻ പറയുന്നത് ഞങ്ങൾ ആരെങ്കിലും മുഖങ്ങൾക്ക് എടുക്കുമോ? ഈ കണക്ക് പിന്നെന്താ, എല്ലാം അവതരിപ്പിച്ചതല്ലേ? പാർട്ടിക്ക് ഉടനീളം പറഞ്ഞതല്ലേ? പാർട്ടിയിൽ ഉടനീളം നമ്മൾ റിപ്പോർട്ട് ചെയ്തതല്ലേ? ഞങ്ങളുടെ കണക്കില്ലേ? ആ കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കും. അതിനെന്താ കുഴപ്പം? ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പറഞ്ഞില്ലേ? പിന്നെന്താ? ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ അവതരിപ്പിക്കേണ്ടത്? അതുപോലെ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ ആവേശോജ്വല സ്വീകരണം. വാദ്യമേളങ്ങളോടെ എരിപുരത്ത് നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ ജാഥയെ സ്വീകരിച്ചു. ഇടത് സർക്കാരിന്റെ വികസന നേട്ടം 3ാം തവണയും LDFനെ അധികാരത്തിലെത്തിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ ആവേശകരമായ സ്വീകരണം നൽകി. രാവിലെ 10:30ഓടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിൽ ആവേശോജ്വല സ്വീകരണം നൽകിയത്. പഴയങ്ങാടി സർക്കിളിൽ വെച്ച് വാദ്യമേളങ്ങളോടുകൂടി ജാഥയെ സ്വീകരിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പൊതുസമ്മേളനവും നടന്നു. കടുത്ത അവഗണനയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും കേരളം ഇന്ത്യയുടെ ഭാഗമല്ലെന്ന നിലപാടാണ് കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനം കാണിക്കുന്നതെന്നും അതിവേഗ റെയിൽവേ എന്ന കേരളത്തിന്റെ സ്വപ്നത്തിന് തുരങ്കം വയ്ക്കുകയാണെന്നും കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് UDFും സ്വീകരിക്കുന്നതെന്നും കേരളത്തിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ LDF 3ാം തവണയും അധികാരത്തിലെത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആരാ നിക്ഷേപിക്കാൻ തയ്യാറില്ലാത്തത്? കേന്ദ്ര ഗവൺമെന്റ് ഒരു പൈസ തന്നിട്ടില്ല. എന്നിട്ട് ലോകോത്തരമായിട്ടുള്ള ഈ പദ്ധതി 1ാം ഘട്ടം പൂർത്തിയാക്കി ഇനി 2, 3, 4 ഘട്ടം ഒറ്റയടിക്ക് പൂർത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ മദർ ഷിപ്പ് 4 വന്ന് നിരക്കാം, ഒപ്പം വരാം. 4 മദർ ഷിപ്പ് കയറ്റി വരുന്ന ഒരു കാഴ്ച നിങ്ങൾ ആലോചിക്കുക. ചെറിയ ചെറിയ കപ്പലുകൾക്ക് വരാം. ഇങ്ങനെ ലോകോത്തരമായ രീതിയിലുള്ള വളർച്ചയിലേക്കാണ് കേരളം കുതിക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കിഫ്ബിയെ പറ്റി പറഞ്ഞതെങ്കിൽ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒന്നായിരിക്കും വിഴിഞ്ഞം. PV ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ MP, PK ശ്രീമതി, K പത്മനാഭൻ, TV രാജേഷ്, M വിജിൻ MLA, KK രാഗേഷ്, N സുകന്യ, P ഗോവിന്ദൻ, V വിനോദ് എന്നിവർ സംബന്ധിച്ചു. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, KH സുബ്രഹ്മണ്യൻ, ഉണ്ണിമാധവൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണപുരം ചെമ്മരവയലിൽ കർഷകർക്ക് ഭീഷണിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ഇന്ന് പുലർച്ചെയോടെ ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടർ എത്തിയാണ് കാട്ടുപന്നിയെ വെടിവെച്ചത്. കണ്ണപുരം ചെമ്മരവയൽ പ്രദേശത്ത് നെൽകൃഷി, പച്ചക്കറി കൃഷി, മരച്ചീനി കൃഷി തുടങ്ങിയവയും മറ്റു കൃഷികളും നടത്തിവരുന്നുണ്ട്. എന്നാൽ ഏറെക്കാലമായി കാട്ടുപന്നികളുടെ ശല്യം കർഷകർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. വിളകൾ കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ ഫോറസ്റ്റിൽ വിവരമറിയിച്ചു. വിളകൾ കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ഫോറസ്റ്റിൽ വിവരമറിയിച്ചത്.
ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടറായ വിജിൽ 5ാം പീടിക എത്തിയാണ് കാട്ടുപന്നിയെ വെടിവെച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എംപാനൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ കർഷകർക്ക് ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ തുരത്താനായിട്ടുണ്ടെന്ന് വിജിൽ പറഞ്ഞു. അത് രാത്രിയാണ് ഇതിനെ കിട്ടല്, രാവിലെ എല്ലാം കിട്ടല് പ്രയാസമാണ്. പരിശീലനം നമ്മൾ ട്രെയിനിങ് ചെയ്തതാണ്. അല്ല അത് ട്രെയിനിങ് വേറെ തന്നെ പോയിട്ട് ചെയ്തിട്ട്. നമ്മളെ എംപാനയില് 30ഓളം പേരുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് ഞായറാഴ്ച പരിപാടി ഉണ്ടായിന് മയിൽ പഞ്ചായത്തില്. അപ്പൊ ആടുന്നെല്ലാം നമ്മളൊരു 5-6 അടിച്ചിന്. അത് രാവിലെയാണ്, നായിനെയും കൂട്ടിട്ടെല്ലാം പോയിട്ട് അടിക്കല. കാട്ടുപന്നി ശല്യം മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ ഇടപെടൽ ആശ്വാസമുണ്ടാക്കുന്നുണ്ടെന്ന് കർഷകരും നാട്ടുകാരും പറയുന്നു. അതായത് ഈ ഭാഗത്തിലെ കൃഷി നിരന്തരം നശിപ്പിച്ചിട്ട് ഈ കൃഷി കൊണ്ട് തന്നെ ഉപജീവനം നയിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിൽ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എംപാനൽ ഷൂട്ടർ 3-4 ദിവസമായി ഇതിനു വേണ്ടി മെനക്കെടുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഒരു പന്നീനെ വെടിവെച്ചിടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാടൻ കൃഷിയെല്ലാം വലിയ തോതിൽ നശിപ്പിക്കുന്ന ഒരവസ്ഥയുള്ളത്. തീരെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുള്ളത്, ഒരുപാട് പന്നി ശല്യം. കർഷകർക്ക് സഹായകമാകുന്ന വിവിധ പദ്ധതികൾ കണ്ണപുരം പഞ്ചായത്ത് നടത്തി വരുന്നുണ്ട് എന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രേമ സുരേന്ദ്രൻ പറഞ്ഞു. കൃഷിക്കാർക്ക് ഇതൊരു വലിയൊരു ഉപകാരമായിരിക്കും. അവർക്ക് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. എല്ലാ കാട്ട് പന്നികളുടെ ശല്യം കൊണ്ട് അവരെ കൃഷി നശിച്ചു പോയിട്ട് അവർക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതിൽ നിന്ന് ഏതായാലും അവർക്കൊന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് എന്നാണ് പറയാനുള്ളത്. ടി മോഹനൻ, വി മനോജ്, പി കെ ഷിനോജ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഞങ്ങളും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര സർക്കാരിന്റെ യുവജന വിരുദ്ധ കേരള വിരുദ്ധ ബജറ്റിനെതിരെ ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കാലിക്കടവ് ടൗണിൽ നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ നിന്ന് ഒഴിവാക്കുകയും കേരളത്തിന്റെ നിരവധി ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. കാലിക്കടവിൽ നടത്തിയ പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ബജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കനേഷ്, ജില്ലാ കമ്മിറ്റി അംഗം ഉമേഷ് പിലിക്കോട്, ബ്ലോക്ക് സെക്രട്ടറി കെ വി യദു, ബ്ലോക്ക് ട്രഷറർ വൈശാഖ് കൊടക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ടൗണിനെ കുരുക്കിയിടുകയും ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന റെയിൽവേ ഗേറ്റുകൾ നീക്കി മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂരിലെ വ്യാപാരികൾ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭം നടത്തും. ഫെബ്രുവരി 5-ന് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വത്തിൽ 100-ൽ പരം വ്യാപാരികളാണ് പാലക്കാട് സമരത്തിനെത്തുക. തൃക്കരിപ്പൂർ ടൗണിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റും തെക്കുഭാഗത്തായി ബീരിച്ചേരി റെയിൽവേ ഗേറ്റുമാണ് വ്യാപാരികളെയും ടൗണിലെത്തുന്നവരെയും വലയ്ക്കുന്നത്. 1-ൽ കൂടുതൽ ട്രെയിനുകൾ കടന്നുപോകാനായി ഗേറ്റുകൾ അടച്ചാൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. നാടിന്റെയാകെ വികസനം തടയുകയും എല്ലാ മേഖലയും മുരടിപ്പിക്കുകയുമാണ് ഇവിടുത്തെ റെയിൽവേ ഗേറ്റുകളെന്ന് വ്യാപാരി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യഘട്ടമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 5-ന് രാവിലെ 11 മണിക്ക് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിനു മുന്നിൽ നടക്കുന്ന ധർണയിൽ തൃക്കരിപ്പൂരിലെ 100-ൽ പരം ആളുകൾ പങ്കെടുക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സമരം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയാകും. സമരത്തിന്റെ മുന്നോടിയായി ചൊവ്വാഴ്ച വൈകുന്നേരം തൃക്കരിപ്പൂർ ടൗണിൽ പ്രകടനം നടക്കും. മേൽപ്പാല നിർമ്മാണ പ്രവൃത്തിയിൽ അമാന്തം തുടർന്നാൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെ സമീപത്തെ പഞ്ചായത്തുകളിലെയും തൃക്കരിപ്പൂരിലെയും ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കലും നിരാഹാര സത്യഗ്രഹ സമരങ്ങളും നടത്തുമെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ടെലിഫോൺ ബന്ധം പോലും വിച്ഛേദിച്ചിട്ട് വർഷങ്ങളായിട്ടും പ്രതികരിക്കാൻ രാഷ്ട്രീയ കക്ഷികളൊന്നും താൽപര്യം കാട്ടിയിട്ടില്ലെന്നും അവർ ആരോപിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, സെക്രട്ടറി M അബ്ദുൾ റഷീദ്, VP ഗോപാലകൃഷ്ണൻ, AG നൂറുൽ അമീൻ, K മുഹമ്മദ് ആരിഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
അകാലത്തിൽ ഭർത്താവ് മരണപ്പെട്ട തൃക്കരിപ്പൂർ തെക്കുംപാട് ക്യാൻസർ രോഗിയായ ഷീബയെയും വിദ്യാർത്ഥികളായ മക്കളെയും സംരക്ഷിക്കുന്നതിന് തെക്കുംപാട് ഒരുമ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി സ്വരൂപിച്ച ചികിത്സാ സഹായം കൈമാറി. എം രാജഗോപാലൻ MLA കുടുംബത്തിന് സഹായം കൈമാറി. അകാലത്തിൽ ഭർത്താവ് മരണപ്പെട്ട തൃക്കരിപ്പൂർ തെക്കുംപാട് ക്യാൻസർ രോഗബാധിതയായ ഷീബയെയും വിദ്യാർത്ഥികളായ മക്കളെയും സംരക്ഷിക്കുന്നതിനായി തെക്കുംപാട് ഒരുമ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി സ്വരൂപിച്ച 17,33,075 രൂപ ചികിത്സാ സഹായം നൽകി. എം രാജഗോപാലൻ MLA കുടുംബത്തിന് തുക കൈമാറി. പുരുഷ സഹായ സംഘത്തിന്റെ മുൻകൈയോട് രൂപീകരിക്കപ്പെട്ട ജനകീയ കമ്മിറ്റി ഷീബയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത്. കുടുംബത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് കഴിയുന്നതിന്റെ അറിയിപ്പ് നോട്ടീസ് വായിച്ചു. അങ്ങനെ ഒരു അനാഥാവസ്ഥയിലേക്ക് പോകുന്ന വിഷയമായില്ല. തീർച്ചയായും ഇളമ്പച്ചി നവോദയ വായനശാലയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു അധ്യക്ഷത വഹിച്ചു. N പുരുഷോത്തമൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. KK രാജശേഖരൻ, പനക്കാച്ചേരി രവീന്ദ്രൻ, TV ഹരീഷ് കുമാർ, MD അബ്ദുൾ ജബ്ബാർ, OV സുരേഷ് കുമാർ, TV രാഘവൻ, ഡോക്ടർ VPP മുസ്തഫ, VV വിജയൻ, MP കരുണാകരൻ, KV അമ്പു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ അഭിവാദ്യ പ്രകടനം നടത്തി. പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഫെബ്രുവരി മാസം മുതൽ അനുവദിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക്, പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അഭിവാദ്യ പ്രകടനവും പൊതുയോഗവും നടത്തി. പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഫെബ്രുവരി മാസം മുതൽ അനുവദിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച കേരള സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് പയ്യന്നൂർ ടൗണിൽ പ്രകടനവും ട്രഷറിക്ക് മുൻപിൽ വിശദീകരണ യോഗവും നടത്തിയത്. KSSPU സംസ്ഥാന സെക്രട്ടറി K കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് K ദാമോദര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. NK രാഘവൻ മാസ്റ്റർ, NV കുഞ്ഞിരാമൻ മാസ്റ്റർ, P കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകുന്ന് ലയൺസ് ക്ലബ്ബ് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർക്ക് സ്വീകരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ ജീവകാരുണ്യ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും അനുമോദന യോഗവും നടന്നു. ടെറസിന് മുകളിൽ നിന്നും താഴെ വീണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ചെറുകുന്നിലെ V നവനീതിന് ലയൺസ് ക്ലബിന്റെ വകയായി ചക്രക്കസേര നൽകി. പ്രശസ്ത എഴുത്തുകാരനും കേരള ക്ഷേത്രകലാ അക്കാദമി മുൻ ചെയർമാനുമായ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ, ഫോക്ലോർ അവാർഡ് നേടിയ പ്രശസ്ത തെയ്യം കലാകാരൻ ബാലകൃഷ്ണൻ പെരുവണ്ണാൻ, ബിഹൈൻഡ് ദി കേർട്ടൻ സംസ്ഥാന മാധ്യമ പുരസ്കാരം നേടിയ നികേഷ് താവം, വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ലയൺസ് ഭാരവാഹികളായ P വിജയൻ, VV സജു, KV പ്രകാശൻ എന്നിവരെയും ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് P വിജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധാകർ നമ്പ്യാർ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷാജി ജോസഫ്, T രതീഷ് കുമാർ, വത്സല ഗോപിനാഥ്, PK മുരളീധരൻ, KV ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തവിടുശ്ശേരി ശ്രീ മേലൂർ കുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തവിടുശ്ശേരി ശ്രീ മേലൂർ കുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടുകൂടി ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ നടക്കും. ഫെബ്രുവരി 4-ന് ഉത്സവാരംഭം കുറിക്കും. ഫെബ്രുവരി 5-ന് വൈകിട്ട് 5 മണിക്ക് അക്ഷര ശ്ലോക സദസ്സ് നടക്കും. 6 മണിക്ക് കലശത്തട്ട് വരവ്, 8:30-ന് കാഴ്ചവരവ്, 9 മണിക്ക് ആദരവ് സമ്മേളനവും നടക്കും. തുടർന്ന് കലാവിരുന്ന്, ഗാനമേള എന്നിവ നടക്കും. 6-ാം തീയതി രാവിലെ 8 മണി മുതൽ ഊർപ്പഴശ്ശി വേട്ടക്കൊരുമകൻ ദൈവക്കോലങ്ങളുടെ പുറപ്പാട്, 9 മണി മുതൽ വിഷ്ണുമൂർത്തി, വെള്ളാർകുളങ്ങര ഭഗവതി എന്നീ ദൈവക്കോലങ്ങളുടെ പുറപ്പാട്, 12 മണി മുതൽ ശ്രീ മേലൂർ കുളങ്ങര ഭഗവതിയുടെ തിരുപ്പുറപ്പാട്, തുടർന്ന് അന്നദാനം, വൈകുന്നേരത്തോടുകൂടി കളിയാട്ട സമാപനം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. KE വിനോദ്, അനീഷ് ഖാന, രാജൻ പാറന്തട്ട, ദാമു PV, ശ്രീജു C, P പുഷ്പരാജൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചന്തപ്പുര കൊക്കോട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം 2026 ഫെബ്രുവരി 5, 6 തീയതികളിൽ നടക്കും. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.